അരവിന്ദിന്റെ മക്കളുടെ നല്ലൊരു കഥ കേട്ടാലോ? അതിനുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു കാവേരിക്കും ഗംഗയ്ക്കും ഒക്കെ. എത്രയും പെട്ടെന്ന് തന്നെ വീട് തിരികെ പിടിച്ചേ മതിയാവുള്ളൂ. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, അതിന് കുറെ പണം വേണ്ടി വരും. ഒടുവില് ശാരദയുടെ അടുത്ത് നിന്ന് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ശാരദ പറഞ്ഞു, അല്ല 5 ഏക്കർ തോട്ടം ഉണ്ടല്ലോ, അരവിന്ദേട്ടൻ മരിക്കുന്നതിന് മുമ്പ് ആ തോട്ടത്തെക്കുറിച്ച് പറഞ്ഞു ഓർക്കുന്നുണ്ടോ? ഗംഗമ്മളുടെ കല്യാണത്തിന് ശേഷം അത് രജിസ്റ്റർ ചെയ്യാന്ന് പറഞ്ഞോണ്ടല്ലേ ഇരുന്നേ. അപ്പൊ അതിന്റെ പണവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെന്നല്ലേ പറഞ്ഞു. ഒരു കാര്യം ചെയ്യാം, അത് രജിസ്റ്റർ ചെയ്യേണ്ടെന്ന് പറയാം. ആ പണം നമുക്ക് തിരികെ വാങ്ങാം. അങ്ങനെ ആ പണം തിരികെ കിട്ടുവാണെങ്കിൽ അത് ബാങ്കിൽ അടയ്ക്കുവാണെങ്കിൽ നല്ല കാര്യമല്ലോ എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോ കാവേരി പറഞ്ഞു, അത് നല്ലൊരു കാര്യമേ. ഒരു കാര്യം ചെയ്യാം, ജയപാലൻ അങ്കിൾ ഇതിനെക്കുറിച്ചൊക്കെ അറിയായിരിക്കും. ഞാനും ഗംഗേച്ചും കൂടെ പോയിട്ട് വരാം, ഞങ്ങൾ പോയി സംസാരിച്ചിട്ട് വരാം. ഇത് കേട്ടപ്പോ രാധമ്മ പറഞ്ഞു, അത് ശരിയാ മോളെ, അങ്ങനെയാണ് പിന്നെ നമുക്ക് നമ്മുടെ വീട് തിരിച്ചു പിടിക്കാലോ, നമുക്ക് അവിടെ പോയി കഴിയാലോ എന്ന് പറഞ്ഞു. ശാരദ പറഞ്ഞു, എത്രയും പെട്ടെന്ന് ആ വീട്ടിലേക്ക് തിരികെ പോയാൽ മതിയെന്നുള്ളൂ. ആ വീട്ടിലാണ് അരവിന്ദേട്ടന്റെ ഓർമ്മകളൊക്കെ ഉള്ളത്. ഒരു പക്ഷേങ്കിൽ അരവിന്ദേട്ടൻ ഇതൊക്കെ കാണുന്നുണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോഴേക്കും നീള പറഞ്ഞു, അല്ല നമുക്ക് ആ വീട് തിരികെ കിട്ടുമോ അമ്മയെന്ന് ചോദിച്ചു. കിട്ടും മോളെ, നീ ധൈര്യമായിട്ടിരിക്കുക. എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടുന്ന് പോയാൽ മതിയമ്മേ, എനിക്ക് ഇവിടെ നിൽക്കാൻ ഇഷ്ടമില്ല എന്ന് പറഞ്ഞു. നീളയ്ക്ക് ഭയങ്കര സങ്കടമായിരുന്നു. കാരണം ഇത്രയും കാലം സ്വന്തം വീട്ടില് സന്തോഷത്തോടുകൂടി കഴിഞ്ഞല്ലേ, ഇപ്പോഴാണെങ്കിലോ അമ്മായിയുടെ വീട്ടിൽ വന്ന് കഴിയുന്നു. അതോ സുജാതയ്ക്ക് ഒട്ടും ഇഷ്ടമില്ല അവര് വന്ന് നിൽക്കുന്ന പോലും. ഓരോന്നൊക്കെ വാങ്ങിച്ചോണ്ടേ വിനീത് കൊടുക്കുന്ന കാണുമ്പോൾ തന്നെ സുജാതയ്ക്ക് നല്ല ദേഷ്യമാണ്. അതിന്റെ പേരിൽ പിറുപിറുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നീളയുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. കുഞ്ഞു മനസ്സല്ലേ, സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതിനുശേഷം ഗംഗയും കാവേരിയും പറഞ്ഞ് ഞങ്ങൾ പോയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് അവരങ്ങോട്ട് പോയി ജയപാലിനെ കാണാനായിട്ട്. കുറച്ച് സമയം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ നിളയുടെ മുടിയൊക്കെ ഇരിക്കെട്ടി കൊടുത്തോണ്ടിരിക്കുകയാണ് യമുന. ആ സമയത്താണ് വിനീതിന്റെ പെങ്ങളങ്ങോട്ടേക്ക് വന്നേ. അവളിത് കണ്ടു. അവൾ ഓരോ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇരിക്കുന്ന ഇരിപ്പുണ്ടല്ലേ കെട്ടിലമ്മമാരെന്നാ വിചാരം. സുജാത വന്നു കഴിഞ്ഞപ്പോൾ സുജാതയോട് പരാതി പറയണേ, എൻ്റെ അമ്മ, എൻ്റെ വീട്ടില് കുറെ ജോലിയുണ്ട്, എന്നെ കെട്ടിച്ചു വിട്ട വീട്ടില്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ. ഇവിടെ ഒന്ന് കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കാന്ന് ഓർത്ത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അത് അതിനേക്കാളും പണിയാ. എല്ലാരും വലിയ കാലുമേ കാലും കയറ്റി വെച്ചിരിക്കുമല്ലേ. ശാരദയ്ക്കാണ് നല്ല ക്ഷീണമുള്ളതുകൊണ്ട് ശാരദ അവിടെ തന്നെ ഇങ്ങനെ കിടക്കുമായിരുന്നു. അപ്പോഴേക്ക് സുജാത പറഞ്ഞു, എന്ത് ചെയ്യാനാ, നേരത്തെ പോലെ ഒന്നും അല്ലല്ലോ, എത്രണ്ണത്തിന് വെച്ച് വിളമ്പിയാലാ. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇവിടെ കിടന്ന് ഓടിപ്പോയണം. ഈ ഒച്ചപ്പാടും ബേളം കേട്ട് ശാരദ കണ്ണു തുറന്നു നോക്കി. ശാരദയ്ക്ക് കാര്യം മനസ്സിലായി. ശാരദ പറഞ്ഞു, സുജാത എന്താണെങ്കിലും പറഞ്ഞാൽ മതി, ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചെയ്തു തരാന്ന് പറഞ്ഞു. അയ്യോ വേണ്ടായേ, കെട്ടിലമ്മയ്ക്ക് വന്നൊന്നും ചെയ്യാൻ പറ്റില്ലോ എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് യമുന പറഞ്ഞു, അതെ അമ്മയ്ക്ക് നല്ല ക്ഷീണം കാരണം അമ്മ അവിടെ കിടന്നാന്ന് പറഞ്ഞു. പിന്നെ ക്ഷീണം, ഇവിടെ എല്ലാവർക്കും ക്ഷീണമുണ്ട്, നിങ്ങൾക്ക് മാത്രമല്ല ഞങ്ങൾക്ക് ക്ഷീണം ഉണ്ടെന്ന് പറഞ്ഞു. ഇത് കേട്ടുകഴിഞ്ഞപ്പം യമുന പറഞ്ഞു, എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ മതി, ഞങ്ങൾ ചെയ്യാന്ന് പറഞ്ഞു. ഇനി പറഞ്ഞിട്ട് വേണം ചെയ്യാനായിട്ട്, ഓരോന്നൊക്കെ നോക്കി ഇങ്ങനെ ചെയ്താൽ പോരെ, നിങ്ങളെന്താ വേലക്കാരികൾ ഇവിടെ നിർത്തിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു. വിനീതന്റെ പെങ്ങള് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുവാണ്. അപ്പോഴേക്കും നീള പറഞ്ഞു, ഞാനും കൂടാം, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പണികളൊക്കെ ഞാൻ ചെയ്യാന്ന് പറഞ്ഞു. ഒരു കാര്യം ചെയ്യാം, ആ കിണറ്റിൽ നിന്ന് വെള്ളമൊക്കെ കോരി എടുക്കാൻ പറഞ്ഞു. അങ്ങനെ നിള യമിനിയൊക്കെ അങ്ങോട്ട് പോവാണ്. നിള എന്ത് കിണറ്റിൽ നിന്ന് വെള്ളമൊക്കെ കോരുക, നിളയെ കൊണ്ട് കോരാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇതിനു മുമ്പ് ഇങ്ങനെ ശീലമൊന്നും ഇല്ലല്ലോ. ആ സമയത്ത് ശാരദ അടുക്കളയിൽ കയറി ജോലികളൊക്കെ ചെയ്യാൻ ഒരുങ്ങുവാണ്. ശാരദയ്ക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അരവിന്ദൻ മരിച്ചതിന് ശേഷം നേരെ ചൊവ്വേ ആഹാരം പോലും കഴിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അതിൻ്റെതായ ക്ഷീണമുണ്ട്. എല്ലാവർക്കും അതുപോലെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ആ സമയത്ത് ഗംഗയും കാവേരിയും കൂടെ ജയപാലിനെ കാണാൻ വേണ്ടി പോന്നേ. അപ്പൊ പോകുന്ന വഴിക്ക് ഗംഗ കാവേരിയോട് പറഞ്ഞു, ഇതോടുകൂടി നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീരുമാനിക്കില്ലേ, നമുക്ക് എന്താണെങ്കിലും നമ്മുടെ വീട് തിരികെ പിടിക്കാൻ പറ്റുമല്ലേ കാവേരി എന്ന് ചോദിച്ചു. കാവേരി പറഞ്ഞു, അതെ ജയപാലിന് അങ്കിൾ ആ പൈസ തരുവാണെങ്കിൽ നമുക്ക് കാര്യങ്ങളൊക്കെ കൂടുതൽ എളുപ്പമായി. അങ്കിളോട് പറഞ്ഞാൽ മതി, അങ്കിൾ എന്താണെങ്കിലും ആ പ്രോപ്പർട്ടിയുടെ പണം തിരികെ വാങ്ങി തരുമല്ലോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവര് ജയപാലിനെ കാണാൻ വേണ്ടി ചെന്നു. അപ്പോഴേക്കും പ്രവീണയാണ് ഇറങ്ങി വരുന്നത്. ആ നിങ്ങളോ ബാ കയറി വന്നിരിക്കാനൊക്കെ പറഞ്ഞു. പിന്നീട് പ്രവീണ ജയപാലിനെ പോയി വിളിക്കുകയാണ്. ആ കാവേരിയും ഗംഗയും വന്നിട്ടുണ്ട്, ജയപാലൻ എന്നെ കാണണമെന്ന് പറഞ്ഞ്. എന്തിനാന്ന് നീ ചോദിച്ചില്ലേ? അതെങ്ങനെയാ ഞാൻ ചോദിക്കുന്നത്, ജയപാലൻ എന്നെ കാണണമെന്ന് പറയും, പിന്നെ ഞാൻ ചോദിച്ചിട്ട് കാര്യമുണ്ടെന്ന് ചോദിച്ചു. ഓ നിന്റെ ഒരു കാര്യം പറഞ്ഞാല് നിനക്ക് പറയാൻ പറ്റില്ലെന്ന് ഞാനിവിടെ ഇല്ലാന്ന്. ഞാൻ പറഞ്ഞു പോയി ജയപാലൻ ഇവിടെ ഉണ്ടെന്ന്. ഒടുവിൽ ജയപാലൻ അങ്ങോട്ടേക്ക് വന്നു. കാവേരിയും ഗംഗയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര സന്തോഷമൊക്കെ അഭിനയിച്ചുകൊണ്ട് ചോദിച്ചു, അല്ല എന്ത് പറ്റി മക്കളെ, എന്നാ നിങ്ങൾ വന്നേന്ന് ചോദിച്ചു. അത് പിന്നെ അങ്കളെ ഞങ്ങളൊരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി വന്ന. എന്ത് കാര്യത്തെക്കുറിച്ച്? അല്ല അച്ഛൻ മരിക്കുന്നതിന് മുമ്പേ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 5-6 ഏക്കർ തോട്ടത്തെക്കുറിച്ച്, അതിനുള്ള പണവും കാര്യങ്ങളും ഒക്കെ തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് എഗ്രിമെന്റ് ചെയ്യുന്നേ
ആ, ഗംഗേച്ചര് എൻഗേജ്മെന്റിന് ശേഷം എഗ്രിമെന്റ് ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ പണം കിട്ടുമായിരുന്നു ഞങ്ങൾക്ക് ഉപകാരമായിരുന്നു. അതൊന്ന് കിട്ടുമായിരുന്നെങ്കിൽ. അത് കേട്ടപ്പോൾ ജയപാലൻ ചോദിച്ചു, തോട്ടമോ? അതെ. ആ, ശരിയാ. അന്ന് അരവിന്ദൻ ആ തോട്ടത്തെക്കുറിച്ച് പറഞ്ഞായിരുന്നു. അപ്പോഴേക്കും കാവേരി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞങ്ങളൊരു കാര്യം ചെയ്യാം, ആ പണം നിന്ന് തിരികെ വാങ്ങിത്താ. ഞങ്ങൾക്ക് എളുപ്പമുണ്ടായിരുന്ന കാര്യങ്ങൾ, ബാങ്കിൽ ആ പണം അടച്ച് വീട് ഞങ്ങൾക്ക് തിരിച്ചു മേടിക്കാലോ എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ജയപാലൻ പറഞ്ഞു, അയ്യോ മോളെ, അതിലൊരു പ്രശ്നമുണ്ടല്ലോ എന്ന് പറഞ്ഞു. എന്താ? ജയപാലൻ അരവിന്ദന് ഇതിനെക്കുറിച്ച് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. പക്ഷെ അരവിന്ദ് പണം ഒന്നും തന്നിട്ടില്ല എന്ന് പറഞ്ഞു. പണം തന്നിട്ടില്ലേ? ഇല്ല, പണം തന്നിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, അരവിന്ദന്റെ ജോലി സ്ഥലത്ത് എന്തൊക്കെയോ പ്രശ്നങ്ങൾ കാരണം അരവിന്ദനാണെങ്കിൽ 5-8 മാസമായിട്ട് പണം പോലും തരുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് പണം തന്നുകൊണ്ടിരുന്നേ, അതെന്റെ കയ്യിൽ നിന്ന് എടുത്താ പണം തന്നുകൊണ്ടിരുന്നേന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഗംഗ പറഞ്ഞു, അങ്ങനെ എന്തേലും പ്രശ്നോടെ അച്ഛൻ പറയേണ്ടതായിരുന്നല്ലോ. അച്ഛൻ അന്നും ഒന്നും പറഞ്ഞില്ലല്ലോ. പോരാത്തിന് കല്യാണത്തിന് വേണ്ടിയിട്ട് സ്വർണം വാങ്ങാനൊക്കെ അച്ഛൻ നല്ലൊരു തുക ചെലവാക്കുകയും ചെയ്തല്ലോ എന്ന് പറഞ്ഞു. അതൊക്കെ എന്നോടും കുറെ കടമൊക്കെ വാങ്ങിച്ച അരവിന്ദൻ ചെയ്തേ. എന്നോട് ഇത് ആരോടും ഒന്നും പറയില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞു. അപ്പോഴേക്കും കാവേരി പറഞ്ഞേ, അച്ഛൻ അങ്ങനെ ഒരിക്കലും ആരുടെ അടുത്തത് കടമൊന്നും മേടിക്കുന്ന ഒരാളല്ല, അതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ജയപാലൻ പറഞ്ഞു, എന്ത് ചെയ്യാൻ പറ്റും? അവന്റെ ഉറ്റ സുഹൃത്തല്ല ഞാന്. അവനോട് ആരോടും പറയണ്ടെന്ന് പറഞ്ഞ പിന്നെ എനിക്ക് പറയാൻ പറ്റുമോ? അത് മാത്രമല്ല, കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അത് നിങ്ങളോടൊന്നും പറയാതിരുന്ന. പിന്നെ ആ പ്രോപ്പർട്ടിക്ക് പണമൊന്നും കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ കാവേരിയും ഗംഗ ആകെ തകർന്നു പോയി. എന്ത് ചെയ്യണമെന്നറിയില്ല. അപ്പോഴേക്കും പ്രവീണ അവർക്ക് കുടിക്കാനായിട്ട് ജ്യൂസൊക്കെ ആയിട്ട് വരുവാണ്. ആ സമയത്ത് കാവേരി പറഞ്ഞു, നമുക്ക് പാവം ഗംഗേച്ചി. അയ്യോ മോളെ, ഇത് കുടിച്ചിട്ട് വേണ്ട ആൻറ്റി, വേണ്ടാന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് ഇറങ്ങുവാണ്. എന്ത് ചെയ്യണം എന്നറിയത്തില്ല. ജയപാലന്റെ ചുണ്ടിൽ ഒരു ചെറിയ പുഞ്ചിരി വന്നു. ചതിയാണ് ജയപാലൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉള്ള പണം മൊത്തം അരവിന്ദന്റെ വാങ്ങിച്ചെടുത്താണ്. അത് അരവിന്ദനെ മനസ്സിലാക്കി കഴിഞ്ഞുകൊണ്ടാണ് അറ്റാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ആ സമയം പ്രവീണ പറഞ്ഞു, അല്ല, അങ്ങനെ ഒരു തോട്ടം അരവിന്ദേട്ടൻ വാങ്ങിയായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോഴേക്കും ജയപാലൻ പറഞ്ഞു, നീ ഭാരിച്ച കാര്യങ്ങളൊന്നും ഇടപെടണ്ട, പറഞ്ഞു കേട്ടല്ലോ. ഇതിനെക്കുറിച്ചൊന്നും നീ അന്വേഷിക്കാൻ വരണ്ട, എന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞു. അത് പറഞ്ഞ് ജയപാലനകത്തേക്ക് ഇങ്ങോട്ട് കയറിപ്പോയി. ഈ സമയം ഗംഗ കാവേരിയോട് ചോദിച്ചു, ഇനിയിപ്പം നമ്മൾ എന്ത് ചെയ്യും കാവേരി? എനിക്കറിയില്ല. അമ്മ നല്ല പ്രതീക്ഷയോട് കൂടിയിട്ടാണ് വീട്ടിലിരിക്കുന്നത്. ഈ കാര്യങ്ങൾ അമ്മയോട് ചെന്ന് നമ്മൾ എങ്ങനെ പറയും എന്നൊക്കെ ചോദിച്ചു. ഇനിയിപ്പം സഹിച്ചല്ലേ മതിയാവുള്ളൂ, വേറെ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കാം. അതും പറഞ്ഞ് അവര് വീട്ടിലേക്ക് വരുവാണ്. അപ്പോഴാണ് ആ കാഴ്ച കാണുന്നത്. നീളന്ന് വെള്ളമൊക്കെ വരുന്നത്. മോളിത് ഇത് എന്താ ചെയ്യണമെന്ന് ചോദിച്ചുകൊണ്ട് ഓടി അങ്ങോട്ട് വന്നു. നിന്നോട് ആരാ ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞെന്ന് ചോദിച്ചു. അത് പിന്നെ ഞാൻ തന്നെയാ. അപ്പോഴേക്കും യമിനി അങ്ങോട്ട് വന്ന് യമിനിയോട് കാര്യങ്ങൾ ചോദിച്ചു കഴിയുമ്പോൾ യമിനിയാണ് കാര്യങ്ങൾ പറയണേ. അത് കേട്ടിഞ്ഞപ്പോൾ ഭയങ്കര സങ്കടവും ദേഷ്യമായി കാവേരിക്കും. ആൻറ്റി അമ്മായിയുടെ ഞാൻ ചോദിച്ചിട്ടുള്ളൂ എന്താ ഏതാന്നൊക്കെ. ഇത്തിരി ഇല്ലാത്ത കൊച്ചു കുഞ്ഞിനെ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യിക്കണമെന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ ഗംഗ പറഞ്ഞു, വേണ്ട കാവേരി, നമ്മളായിട്ട് പ്രശ്നം ഉണ്ടാക്കണ്ട. ഇപ്പം നമ്മൾ അവരുടെ വീട്ടിൽ വന്ന് കിടക്കുക. അവർ പറയുന്നൊക്കെ അനുസരിച്ചാൽ മതിയാവുള്ളൂ. അല്ലെങ്കിൽ ഒരു പക്ഷേ ഈ കിടപ്പാടം കൂടെ ഇല്ലാതായപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറക്കി വിട്ടാൽ നമ്മൾ എങ്ങോട്ടേക്ക് പോകും? ഒരു വാടക വീടൊക്കെ എടുത്ത് താമസിക്കേണ്ടേ? അതൊക്കെ റിസ്ക് ആയിട്ടുള്ള കാര്യം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. കുറച്ച് ദിവസം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. നമ്മുടെ വീട് തിരികെ പിടിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ കാവേരി പറഞ്ഞു, അതിന് പണം വേണ്ടേ? നോക്കാം, എന്തേലും ഒരു വഴി കിട്ടാതിരിക്കില്ല, ഒരു വഴി തെളിയാതിരിക്കില്ല എന്നൊക്കെ പറയാണ്. അതേ സമയത്ത് നരന്റെ വീട്ടിലേക്ക് കുറച്ച് പോലീസുകാർ വരുന്നുണ്ട് നരനെ പിടികൂടാനായിട്ട്. അങ്ങനെ വന്ന് പോലീസുകാർ നരന്റെ അച്ഛനോടും അമ്മയോടും അവൻ എന്ത് ചെയ്യുന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും നരന്റെ അച്ഛൻ പറഞ്ഞു, അവനിവിടെ ഇല്ലാന്ന് പറഞ്ഞു. വെറുതെ കള്ളത്തരം പറയില്ല, അങ്ങോട്ട് മാറി നിൽക്കാനൊക്കെ പറഞ്ഞിട്ട് അയാളെ അങ്ങോട്ട് പിടിച്ചു മാറ്റിയിട്ട് പോലീസുകാർ അകത്തേക്ക് കയറുവാണ്. അകത്തേക്ക് കയറി വാതിലൊക്കെ ചവിട്ടി പൊളിക്കുകയാണ് നന്നെ മുറി. അപ്പോഴേക്കും നരൻ അവിടേക്ക് വരുവാണ്. മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കയ്യിലൊരു തോക്കൊക്കെ ആയിട്ട്. കാരണം പോലീസുകാർ നന്നെ അന്വേഷിച്ച് വന്നിരിക്കുന്ന. അതിന്റെ കാരണം എന്തായതെന്നും അറിയത്തില്ല. അപ്പൊ നാളത്തെ ഫുൾ വിശേഷം വരുമ്പോൾ അറിയാം. ഒരു പക്ഷെ പോലീസുകാർ എന്തിനായിരിക്കും അന്വേഷിച്ച് വന്നേന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.